ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും നിങ്ങളുടെ മുമ്പിൽ യേശുവിൻ്റെ വചനം കൊണ്ട് വരാൻ യേശു തന്ന ഭയങ്കര അനുഗ്രഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഈ ശുശ്രൂഷ കാണുന്ന നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരാണ്. പത്രോസ് ലേഖനത്തിൽ പറയുന്നു, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ വീടിനെ നോക്കി അനുഗ്രഹിക്കണം, നിങ്ങളുടെ സമ്പത്തിനെ നോക്കി അനുഗ്രഹിക്കണം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി അനുഗ്രഹിക്കണം. ഇന്ന് വരെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാത്തൊരു അനുഗ്രഹം കർത്താവ് ഈ വർഷം നിങ്ങൾക്ക് തരും. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ യേശു ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് വരാം. യോബിന്റെ പുസ്തകം എടുത്ത 42-ാം അധ്യായം 10 മുതൽ ഉള്ള വാക്യങ്ങൾ. ജോബ് ചാപ്റ്റർ 42 verse 10. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ഒന്ന് ഓർത്തുക. നിങ്ങൾ അന്നേ പ്രാർത്ഥിക്കുക, മുടിഞ്ഞ് തകർന്ന് കിടക്കുക ആര്? യോബ്. നിങ്ങളെന്നൊന്ന് ചെയ്യുന്നത് നാട്ടിലെ പ്രമാണി യോബ് ഭയങ്കര ധനവാൻ. മനസ്സിലായോ? രാവിലെ പള്ളിയിൽ പോകുന്നത് സഫാരിയിലാണെങ്കിൽ ഉച്ചയ്ക്ക് മാർക്കറ്റിൽ പോകുന്നത് വേറൊരു വണ്ടിയല്ല, വൈകിട്ട് ഡിന്നർ കഴിക്കാൻ പോകുന്നത് ബെൻസല. ഭയങ്കര കോടീശ്വരൻ. സ്തോത്രം. ആന്റി യോബിന്റെ ഭാര്യ ഇപ്പൊ ഒരു ബാഗ് പിടിച്ചാൽ ഉച്ചയ്ക്ക് വേറൊരു ബാഗ്യ, വൈകിട്ട് വേറൊരു ബാഗ്യ. സ്തോത്രം. ഇങ്ങനെ കറങ്ങിയ പുള്ളിക്കാരത്തി ഒരു ഗതിയും പരഗതിയും ഇല്ലാതായിപ്പോയി. മനസ്സിലായോ? 7000 ആട്, 3000 ഒട്ടകം. ഞാനൊരു കാര്യം പറയാം, ഒരുവൻ മുടിയാൻ സെക്കൻഡുകൾ മതി, ഒരുവൻ ഉയരാനും സെക്കൻഡുകൾ മതി. ഒരാമയും പറഞ്ഞു തുടങ്ങണം. എവിടെ നീ മുടിഞ്ഞോ അവിടെ നിന്നെ ഉയർത്തുന്നതായ യേശുവിന് ഏറ്റവും ഇഷ്ടം. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്റെ ദേശത്ത് ഏറ്റവും മുടിഞ്ഞൊരു വ്യക്തിയായിരുന്നു ഞാൻ. പിശാച് എന്നെ മുടിച്ചു കളഞ്ഞതാ. പക്ഷെ എവിടെ മുടിഞ്ഞോ അവിടെ തന്നെ നഷ്ടപ്പെട്ടതിലെ ഇരട്ടിയോടെ ദൈവം എന്നെ ഉയർത്തി നിർത്തി. ഒരാമയും പറഞ്ഞു തുടങ്ങണം. പരിശുദ്ധാത്മായി വിളിച്ചു പറയാം, ചിലരെയൊക്കെ ഉയർത്താൻ കർത്താവിന് പദ്ധതി ഉണ്ട്. ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ വിഷയം ഇന്ന് വിടുക, മറ്റൊരാളുടെ വിഷയം ഏറ്റെടുക്കുക. യോബിന്റെ അടുക്കൽ സ്നേഹിതന്മാർ വന്നപ്പോഴേ ആമേൻ, യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആര് പ്രാർത്ഥിച്ചു? യോബ്. ആമേൻ. ചില പ്രാർത്ഥിക്കാൻ 10 മിനിറ്റ് ഇരിക്കുമ്പോൾ ഒരു ബ്രദറെ ഒരു വിഷയം പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ വിഷയം പ്രാർത്ഥിക്കാൻ നേരമില്ല, പിന്നെ നിങ്ങളുടെ വിഷയം അല്ല, നിങ്ങളുടേത് മാറ്റി വെച്ച് വിളിച്ചു പറഞ്ഞ ആളുടെ വിഷയം പ്രാർത്ഥിക്കണം. ആമേൻ. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചേ? യഹോവ അവന്റെ സ്ഥിതിക്ക് ഭേദം. ആരുടെ? പ്രാർത്ഥിച്ചത് സ്നേഹിതന്മാർക്ക് വേണ്ടി സ്ഥിതി മാറ്റിയത് യോബിന്റെയാ. അങ്ങനെയാന്ന് ഞാൻ ഈ വാക്യത്തെ കൂട്ടിച്ചേർത്ത പ്രാർത്ഥന ഒരുവന്റെ സ്ഥിതി മാറ്റുന്നതാ. ഉറപ്പുണ്ട്? രാമയും പറഞ്ഞാട്ട് നീ നിന്റെ വീട് വിട്ട് ഓയസ്റ്റർ കൺവെൻഷൻ സെന്ററിൽ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ ആ ഉണ്ട സ്ഥിതി അല്ല നീ തിരിച്ചു നിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്താൻ പോകുകയാ എന്ന് പറഞ്ഞാൽ പറയാം. ഇതുവരെ നോക്കിയാൽ ഒരു വഴിയും കാണാനില്ല, പക്ഷെ ഇന്ന് തിരിച്ചു നോക്കിയാൽ എവിടെ തൊട്ടാലും വഴിയാ. ഉറപ്പുണ്ട്? രാമയും പറഞ്ഞാട്ട് ദൈവം എന്നോട് പറഞ്ഞു, മറഞ്ഞു കിടക്കുന്ന വഴികളെ ദൈവം വെളിപ്പെടുത്തി തരാൻ പോകുകയാ. അടച്ചു വെച്ചതിനെ യേശു തുറന്നു തരാൻ പോവുക. വിശ്വസിക്കാൻ നീ തയ്യാറായാൽ നിന്റെ സ്ഥിതിക്ക് യേശു മാറ്റം തരും. 2013 മെയ് മാസം എന്നൊരു മെയ് മാസം നിനക്ക് ഒരുക്കിയത് എന്തിനാ? നിന്റെ സ്ഥിതിക്ക് മാറ്റം തരാനാ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയോ? ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് എന്റെ സ്ഥിതി ദൈവം മാറ്റും. നഷ്ടപ്പെട്ടതെല്ലാം 4 വഴിക്കൂടെ തിരിച്ചു വരും. നഷ്ടപ്പെട്ടതല്ല തിരിച്ചു വന്ന് ഇരട്ടിയായി തിരിച്ചു വരും. പ്രാർത്ഥിക്കുന്നവൻ വിശ്വസിക്കുക, യേശു ഇരട്ടിയായി തിരിച്ചു വരും. വിശ്വാസമുണ്ടോ? നഷ്ടപ്പെട്ടതല്ല ഇരട്ടിയായിട്ട് തിരിച്ചു തരും. കൈ കൊടുത്ത് പറ, നഷ്ടപ്പെട്ടതല്ല ഇരട്ടിയായി തിരിച്ചു കിട്ടും എന്ന് പറ. യോബിന്റെ ജീവിതത്തിൽ യോബ് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എപ്പോൾ തുടങ്ങി, അപ്പോൾ യോബിന്റെ സ്ഥിതി മാറാൻ തുടങ്ങി. സ്ഥിതി മാറിയത് എങ്ങനെയാണെന്നറിയാമോ? അടുത്ത വാക്യത്തിലുണ്ട്. അവന്റെ സകല സഹോദരന്മാരും സഹോദരിമാരും മുമ്പേ അവന് പരിചയമുള്ളവരൊക്കെ അവന്റെ അടുക്കൽ വന്ന് അവന്റെ വീട്ടിൽ അവനോടുകൂടെ ഭക്ഷണം കഴിച്ചു. എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിന്ദിച്ചവരെല്ലാം നിന്റെ വീട്ടിൽ വിരുന്നിന് വന്നു. മനസ്സിലായോ? വിശ്വസിക്കാമോ? നിന്റെ വീട്ടിലൊരു വിരുന്ന് നടക്കാൻ സമയമായി. നിന്റെ വീട്ടിലൊരു വിരുന്ന് നടക്കാൻ സമയമായി.
നീ മുടിഞ്ഞെന്ന് നിന്നെ കുറിച്ച് നാട്ടി പറഞ്ഞു പരത്തിയവൻ വരെ ആ വിരുന്നിൽ നിന്റെ അതിഥിയായിരിക്കും. യേശു അത് ചെയ്യാൻ പോവാ. കർത്താവ് ഇത് ഇന്ന് പകൽ വിശ്വസിച്ചാൽ ഒരു പ്രവചന നിവർത്തിയുടെ പകലാ. ഒരു ആമയും പറയണം. നിന്നോട് കർത്താവിന്റെ ദൂത്, ആരൊക്കെ നീ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാലും അവരുടെ നടുവിൽ ദൈവം നിനക്ക് വിരുന്നൊരുക്കാൻ പോവാ. ശത്രുക്കളുടെ മുമ്പിൽ മേശയൊരുക്കുന്ന ദൈവം, തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം, അവൻ ഇതിനകത്ത് ഇറങ്ങി നിൽക്കുകയോ. ഈ യേശു ഒരാളുടെ സ്ഥിതി മാറ്റുമെന്ന് പറഞ്ഞ ആ വീടിന്റെ അന്തരീക്ഷം കംപ്ലീറ്റ് അങ്ങ് മാറും. നോക്കി, ഇന്നലെ വരെ ഇയ്യോബിനെ എന്നെ നോക്കി ആൾക്കാർ പറഞ്ഞു, കണ്ടോ മുടിഞ്ഞു കിടക്കുന്ന ഒരുത്തനെ കണ്ടോ? ഇന്ന് പറയാം, എടോ കണ്ടോ ഇയ്യോബിനെ കണ്ടോ? എന്താ അവന്റെ വീട്ടിൽ വിരുന്ന. നാൽക്കവരെ 4 പേര് കൂടിക്കണ്ടു. എവിടെ പോവാ? ഇയ്യോബിന്റെ വീട്ടിൽ പോവാ. എന്താ കാര്യം? ഇന്ന് അവിടെ വിരുന്നുണ്ട്. എന്തിനാ? മട്ടം വിൽക്കുന്ന കട വരെ സംസാരം ഇയ്യോബാ. എന്നാ കാര്യം? ദൈവസ്ഥിതി മാറ്റിയതാ. ദൈവസ്ഥിതി മാറ്റിയതാ. നാൽക്കവലകളിൽ നിന്നെ കുറിച്ച് പറയാൻ പോവാ. പട്ടണങ്ങളിൽ നിന്നെ കുറിച്ച് പറയാൻ പോവാ. നിന്റെ സ്ഥിതി യേശു മാറ്റാൻ പോവാ. പ്രാർത്ഥനയുടെ ശക്തിയാൽ. പരിശുദ്ധാത്മാവ് പറയുക, ശുശ്രൂഷ കണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിനക്ക് പ്രാർത്ഥിക്കാനുള്ള നിയോഗം ദൈവം തരിക. ഇവിടെ കേട്ടോണ്ടിരിക്കുമ്പോൾ നിനക്ക് പ്രാർത്ഥിക്കാനുള്ള നിയോഗം ദൈവം തരിക. ഇത് വെറുമൊരു വാക്കുകളല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുക. ശക്തമായി പ്രാർത്ഥിച്ചോ. കടലുകൾക്കപ്പുറത്തിൽ അതിന്റെ തലമുറയ്ക്ക് വരെ ഇതുപകൽ പ്രാർത്ഥന ഫലമായി മാറുകയാ. യേശുവിന്റെ കൂടെ വന്ന ശിഷ്യന്മാർക്ക് മനസ്സിലായി, പ്രാർത്ഥനയാണ് എല്ലാത്തിന്റെ രഹസ്യം. ഞാനൊരു സത്യം പറയാം, എല്ലാ പ്രാർത്ഥനയിലും അത്ഭുതങ്ങൾ നടക്കുന്നതിന്റെ രഹസ്യം ഇത് കൺകട്ടല്ല, മായാജാലമല്ല, പ്രാർത്ഥന. ഒരാമയും പറയണം. യേശുവിൽ ഉള്ള ഉറപ്പേറിയ വിശ്വാസം. ഒരാമയും പറയണം. ഒരാമയും പറയണം. വിശ്വാസമുണ്ട്. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, എത്ര പേർക്ക് വിശ്വാസമുണ്ട് എൻ്റെ സ്ഥിതി കർത്താവ് ഇന്ന് മാറ്റുവന്ന്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അവരെ കൈയൊന്ന് പൊക്കി പിടിച്ച എൻ്റെ സ്ഥിതി കർത്താവ് മാറ്റും. കൈതാത്തിട്ടാട്ടെ. യോബിന്റെ സ്ഥിതി മാറ്റിയപ്പോ എന്താ സമയം? അവന്റെ സ്നേഹിതന്മാരെല്ലാം അവന്റെ വീട്ടിൽ വിരുന്നിന് വന്ന്. അടുത്ത വാക്യം, യഹോവ അവന്റെ മേൽ വരുത്തിയിരുന്ന സകല അനർത്ഥത്തെയും കുറിച്ച് അവർ അവനോട് സഹതാപം കാണിച്ച് അവനെ ആശ്വസിപ്പിച്ചു. ഓരോരുത്തരും അവന് ഓരോ പൊൻനാണ്യവും ഓരോ പൊൻമോതിരവും കൊടുത്തു. പോകാൻ നേരത്ത് ഭക്ഷണം മാത്രമല്ല, ഗിഫ്റ്റും കൊടുത്തു. വന്ന കൂട്ടുകാർക്കെല്ലാം എന്താ കൊടുത്തു? ഓരോ പൊൻനാണയവും ഓരോ പൊൻമോതിരവും. അടുത്ത വാക്യം കൂടെ. ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. ഒരാമയും പറയണം. നിന്റെ പിൽക്കാലത്തേക്കാൾ മുൻകാലത്തെ ദൈവം അതിനധികമായി കർത്താവ് നിന്നെ അനുഗ്രഹിക്കാൻ പോവാ. ഉറപ്പുണ്ട്? ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്നലകളിൽ നീ അനുഭവിച്ചതല്ല ഇന്നുകളിൽ നീ അനുഭവിക്കാൻ പോകുന്നത്. അതൊരു പ്രവാചകനും പ്രവചിക്കാൻ കഴിയാത്ത പോലെ ദൈവം നിനക്ക് ചിലത് തരാൻ പോവാ. ഉറപ്പുള്ളവർ മാത്രം ആമയും പറഞ്ഞാ മതി. ഉറപ്പുള്ളവർ മാത്രം ആമയും പറഞ്ഞാ മതി. സ്ഥിതി മാറ്റുന്ന യേശു ഇവിടെ ഉണ്ട്. പ്രാർത്ഥിച്ചാൽ നിന്റെ സ്ഥിതി കർത്താവ് മാറ്റും. നിന്റെ കൈയിട്ടിന്ന് കൈവിടപ്പെട്ട് പോയെന്ന് കരുതിയ നന്മകൾ ഈ വർഷം തന്നെ നിന്റെ കയ്യിൽ തിരിച്ചു വരും. ഒരു സാമ്പത്തിക വിടുതൽ ഈ ആരാധന നടക്കും. ഇപ്പോ ഒരു ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നടക്കുക. നഷ്ടപ്പെട്ട നന്മകൾ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചോ. തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചോ. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരാൻ പോവുക. നഷ്ടപ്പെട്ട നന്മകളെ തിരിച്ചു തരാൻ പോവുക. പരാജയപ്പെട്ടെന്ന് പറഞ്ഞത് തിരിച്ചു വരാൻ പോവുക. യേശുവിന്റെ നാമത്തില് ചിലതൊക്കെ തിരിച്ചു വരട്ടെ. പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നവർക്കറിയാം, പരാജയം പ്രാർത്ഥനയുടെ മുമ്പിൽ വഴിമാറി തരും. നിങ്ങൾ ഇന്ന് കണ്ട സാഹചര്യങ്ങളെല്ലാം പ്രാർത്ഥന തുടങ്ങുമ്പോൾ മാറി മറിയാൻ തുടങ്ങും. കാരണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ അസാധാരണമായ ദൈവശക്തി വ്യാപരിക്കുവാൻ പോകുകയാണ്. പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം, ഈ ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ നിങ്ങളിൽ രോഗസൗഖ്യങ്ങൾ നടക്കും. നിങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. നിങ്ങൾ പ്രാർത്ഥനയിൽ ശക്തി ഏറ്റെടുക്കുവാൻ തയ്യാറാകട്ടെ. വായിക്കാം മത്തായി സുവിശേഷം 6-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ഹല്ലേലൂയ. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. അവർ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടഭക്തിക്കാരെ പോലെ ആകരുത്. ഒരാമയും പറഞ്ഞാട്ട്.
അവർ മനുഷ്യന് വിളങ്ങേണ്ടതിന് പള്ളികളിലും തെരിക്കോണുകളിലും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പാൻ ഇഷ്ടപ്പെടുന്നു. അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഒരാമയും പറയണം. പ്രാർത്ഥന പരസ്യമായല്ല, പ്രാർത്ഥന രഹസ്യമായിരിക്കണം. ഇന്ന് രാവിലെ രഹസ്യമായി എത്ര പേർ പ്രാർത്ഥിച്ചു കർത്താവിനോട്? ചുരുങ്ങിയ കൈകളെ പൊങ്ങുന്നുള്ളൂ. രാവിലെ ദൈവത്തോട് രഹസ്യമായി പ്രാർത്ഥിക്കണം. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ചില വീടുകൾക്കകത്തോട്ട് ഞാനൊന്ന് ദൂതിലേക്ക് വരട്ടെ. ചില വീടുകൾക്കകത്ത് ഒരു ശകലം പോലും പ്രാർത്ഥിക്കാനൊക്കത്തില്ല. അങ്ങനെ അനുഭവിക്കുന്ന വീടുകളുണ്ട്. കൈവക്കിക്കേ, എൻ്റെ വീടിനകത്ത് വെച്ച് എനിക്ക് ഒട്ടും പ്രാർത്ഥിക്കാനും. നന്നായി ഉയർത്തിപ്പിടിച്ചോ. ഇതൊരു തെറ്റും പാപമൊന്നുമല്ല. എൻ്റെ വീട്ടിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ല. നന്നായി ഉയർത്തിപ്പിടിച്ചോ. മതി. കൈകകത്തോട് ധാരാളം പേരുണ്ട്. നിങ്ങളോട് ഞാനൊരു സന്ദേശം പറയാം. ഇന്ന് നിങ്ങളുടെ വീടിന്റെ അവസ്ഥ ദൈവം മാറ്റും. നിന്റെ വീട്ടിൽ 5 മിനിറ്റ് നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാതിരിക്കുന്ന ശക്തികൾ ഇന്നത്തെ ആരാധന നിന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകും. നീ പ്രാർത്ഥിക്കണ്ടെന്ന് വിചാരിച്ചാൽ പോലും നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അതുപോലെ നിന്റെ വീടിന്റെ പ്രാർത്ഥന അന്തരീക്ഷം മാറുക. ചില വീട്ടിൽ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾക്ക് ചില വീട്ടിൽ പ്രാർത്ഥിക്കാൻ ചെന്നാൽ കർത്താവേ സ്വർഗസ്ഥ പിതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. ആ വീട്ടിൽ ഇന്ന് വരെ ആരും പ്രാർത്ഥിച്ചിട്ടില്ല. അതുകൊണ്ട് ചില വീട്ടിൽ അങ്ങോട്ട് ചെന്ന് മഹാപരിശുദ്ധനായ ദൈവമേ എന്ന് അങ്ങോട്ട് പറയുമ്പോൾ തന്നെ പിന്നെ നിർത്താനൊക്കാത്തവല്ല ഒഴുക്കാൻ പ്രാർത്ഥനയുടെ. അപ്പൊ ചോദിക്കണം, അവരുടെ വീടിന്റെ ബെഡ്റൂമിനുള്ളിൽ ആരോ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് രാത്രി. ഒരാമയും പറഞ്ഞു തുടങ്ങണം. ഒരാമയും പറയണം. പിശാച് മന്ത്രങ്ങൾ മെടയുമ്പോൾ പ്രാർത്ഥന അതിനെ തകർക്കും. പിശാച് തന്ത്രങ്ങൾ പറയുമ്പോൾ പ്രാർത്ഥന അതിനെ തടുക്കും. പിശാച് അന്ധകാരങ്ങൾ അഴിച്ചുവിടുമ്പോൾ പ്രാർത്ഥന അതിനെ